എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് 2 ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +2 ബോട്ടണിയിലെ അഡീഷണൽ നോട്ട്സ് ആണ്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ബോട്ടണി വീഡിയോയിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇതിലാദ്യം എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്, ഒരു എംബ്രിയോസാക്ക് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ, തുടർന്ന് 7 സെൽഡ് 8 ന്യൂക്ലിയറ്റ് എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിതിൽ കാണിക്കുന്നത്. 3 ആൻറ്റിപോഡൽസ്, 2 സൈനർജിഡും എഗ് സെല്ലും, അതുപോലെ തന്നെ 2 പോളാർ ന്യൂക്ലിയസും. സൈനർജിഡ്സ് മൈക്രോപൈലാർ റീജിയണിലും ആൻറ്റിപോഡൽസ് ചലാസൽ റീജിയണിലുമാണ് എംബ്രിയോസാക്കിൽ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, പൊളിനേഷൻ ഇൻ വല്ലിസിനേറിയ. ഇവിടെ വല്ലിസിനേറിയയിലെ സ്പെഷ്യൽ ടൈപ്പ് പൊളിനേഷനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. വാട്ടർ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പൊളിനേഷൻ്റെ സമയത്ത് സ്റ്റിഗ്മ ഉയർത്തി വാട്ടർ സർഫസിൽ വരുന്നു. ഇതേ സമയം മെച്ചുറായിട്ടുള്ള മെയിൽ ഫ്ലവേഴ്സിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് വാട്ടർ സർഫസിലേക്ക് റിലീസ് ചെയ്യുകയും വാട്ടർ സർഫസിൽ വെച്ച് പൊള്ളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് സ്റ്റിഗ്മ വീണ്ടും താഴോട്ട് വരികയാണ്. ഇത്തരം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആൽബുമിനസ് ആൻഡ് നോൺ ആൽബുമിനസ് സീഡ്. ഇവിടെ എൻഡോസ്പെം പ്രസൻ്റ് അല്ലാത്ത സീഡ്സിനെ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയും. എംബ്രിയോ ഡെവലപ്മെൻറ്റിലെ എൻഡോസ്പെം യൂസ്ഡപ്പ് ആണ് എന്നുള്ളതാണ്. ഗ്രൗണ്ട്നട്ടും പീ പോലുള്ള പ്ലാന്റ്സിലാണ് നോൺ ആൽബുമിനസ് സീഡ്സ് കാണുന്നത്. ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പെം റീറ്റെയിൻ ചെയ്യുന്ന സീഡ്സ് ആണ്. അത്തരം സീഡ്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു: വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ ആൻഡ് സൺഫ്ലവർ. നെക്സ്റ്റ്, പൊളിനേഷൻ ബൈ വിൻഡ് ഓർ ഇൻസെക്റ്റ് ഇൻ വാട്ടർ പ്ലാന്റ്സ്. സാധാരണഗതിയിൽ വാട്ടർ പ്ലാന്റ്സിൽ വാട്ടറാണ് പൊളിനേറ്റിംഗ് ഏജൻ്റായി പറയുന്നതെങ്കിൽ ഇവിടെ വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി പോലുള്ള പ്ലാന്റ്സിൽ പൊളിനേഷന് സഹായിക്കുന്നത് ഇൻസെക്റ്റ് ഓർ വിൻഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു. ജെൽ ഇലക്ട്രോഫോറസിൻ്റെ പിക്ചർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. DNA സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്മോളസ്റ്റ് ഫ്രാഗ്മെൻറ്റ്, ലാർജസ്റ്റ് ഫ്രാഗ്മെൻറ്റ് തുടങ്ങിയവ അഗാറോസ് ജെല്ലിലൂടെ നീങ്ങുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചർ കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയാറുള്ളതാണ്. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് RDNA. സ്റ്റാൻലി കോഹൻ, ഹെർബർട്ട് ബോയർ തുടങ്ങിയ സയൻറ്റിസ്റ്റാണ് ആദ്യമായി RDNA കൺസ്ട്രക്ട് ചെയ്തത്. സാൽമോണല്ല ടിഫിമ്യൂരിയം എന്ന ബാക്ടീരിയയുടെ പ്ലാസ്മിഡാണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇൻസെർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യമായി RDNA കൺസ്ട്രക്ട് ചെയ്തത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരേ റെസ്ട്രിക്ഷൻ എൻസൈമാണ് വെക്ടർ DNAയും അതുപോലെ തന്നെ ഫോറിൻ DNAയും കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിക്കി എൻസ് കിട്ടുന്നു എന്നുള്ളതും ഇവിടെ പ്രത്യേകതയുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ. PBR 322 എന്ന ക്ലോണിംഗ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് മുൻപ് കണ്ടതാണ്. എങ്കിലും ക്ലോണിംഗ് വെക്ടറിൻ്റെ പിക്ചർ ഒന്ന് പരിചയപ്പെടുക. അതിലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈം, അതുപോലെ ഒറിജിൻ ഓഫ് റീപ്ലിക്കേഷൻ, റോപ്പ് ജീൻ. റീപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് റോപ്പ് ജീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഓഫ് PCR. PCR എന്ന് പറഞ്ഞാൽ DNA ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ പിക്ചേഴ്സ് കൊടുത്തിട്ട് ചോദിക്കാറുണ്ട്. ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ആ പിക്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ കണ്ടിരുന്നതാണ്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് പ്രോ ഹോർമോൺ, പ്രോ ഇൻസുലിൻ എന്നെല്ലാം പറയുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള C പെപ്റ്റൈഡ് കൂടി A പെപ്റ്റൈഡും B പെപ്റ്റൈഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഫങ്ഷണൽ ഇൻസുലിൻ ഓർ മെച്ചുർ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അവിടെ A പോളിപെപ്റ്റൈഡ് ചെയിനും B പോളിപെപ്റ്റൈഡ് ചെയിനും ഡൈസൾഫൈഡ് ബ്രിഡ്ജിൻ്റെ സഹായത്താൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. പിക്ചർ കൊടുത്ത് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ്. NT+1 = NT+
B plus I minus D plus E. B birth rate, I immigration, D mortality, E immigration, NT plus 1 population density at given time, NT initial population density. പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട 4 ബേസിക് പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ കണ്ടതാണ്. കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ ആൻഡ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഇവിടെ കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസോഴ്സസ് ലിമിറ്റിംഗ് ആവുന്ന സാഹചര്യത്തിൽ സുപ്പീരിയർ സ്പീഷ്യസ് എലിമിനേറ്റ് ദി അതർ സ്പീഷ്യസ് എന്നുള്ളതാണ്. ഇതിനെ കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ബെസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഗലപ്പഗസ് ഐലൻഡിലെ എബിഗ്ടൻ ടോർട്ടോയ്സ് അപ്രത്യക്ഷമാകുന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഈ കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസ് കോമ്പറ്റിംഗ് ഫോർ സെയിം റിസോഴ്സസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേ കനോട്ട് കോ എക്സിസ്റ്റ്. ആസ് എ റിസൾട്ട് കോമ്പറ്റിറ്റീവ് ഇൻഫീരിയർ വൺ ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ ഈ കാര്യം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കോമ്പറ്റിറ്റീവ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈംസ് ഫോർ ഫീഡിങ് ഓർ ഡിഫറെൻറ്റ് ഫോറേജിങ് ആക്ടിവിറ്റീസ്, ഇതിലൂടെ കോമ്പറ്റീഷൻ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ്. നെക്സ്റ്റ്, എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. ഒരു ഹോസ്റ്റ് സർഫസിന് മീതെ വളരുന്ന പാരസൈറ്റാണ് എക്ടോ പാരസൈറ്റ്. കോപ്പിപോഡ്സ് ഓൺ മറൈൻ ഫിഷ്, കസ്കുട്ട പ്ലാന്റ്, അതുപോലെ തന്നെ ലോറാന്തസ്, ഇതെല്ലാം എക്ടോ പാരസൈറ്റിന് എക്സാമ്പിളാണ്. ലൈസ് ഓൺ ഹ്യൂമൻ തുടങ്ങിയവയൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. എൻഡോ പാരസൈറ്റ് ഇറ്റ് ഗ്രോസ് ഇൻസൈഡ് ദ ഹോസ്റ്റ് എന്നുള്ളതാണ്. കിഡ്നി, ലിവർ, ലങ്സ്, റെഡ് ബ്ലഡ് സെൽസ് ഇവിടെയെല്ലാം വളരാൻ കഴിയുന്നു. ഇത്തരം പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിള് കോംപ്ലക്സ് ആണ്, ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്, മോർഫോളജിക്കൽ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് സിമ്പിളാണ് എന്നുള്ളതാണ്. മലേറിയൽ പാരസൈറ്റ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ്, കോവല്യൂഷൻ, സ്യൂഡോ കോപ്പുലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. വാസ്പും ഫിഗ് തമ്മിലുള്ള ഒരു ബന്ധമാണ് കോവല്യൂഷനിൽ പറയുന്നത്. ഇവിടെ ഫീമെയിൽ വാസ്പ് യൂസസ് ദ ഫ്രൂട്ട് നോട്ട് ഓൺലി ഫോർ എഗ് ലേയിങ് ബട്ട് യൂസസ് ഡെവലപ്പിംഗ് സീഡ്സ് വിത്തിൻ ദ ഫ്രൂട്ട് ഫോർ നൗറിഷിംഗ് ദ ലാർവേ. പ്ലാന്റ്സിനും ബെനിഫിറ്റ് കിട്ടുന്നു, ലാർവയ്ക്കും ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇതേപോലെ തന്നെയാണ് സ്യൂഡോ കോപ്പുലേഷനിലും കാണുന്നത്. ഓഫ്രിസ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഓർക്കിഡിൻ്റെ പെറ്റൽ ഫീമെയിൽ ബീഡേത് പോലെയുള്ള സൈസ്, കളർ, മാർക്കിംഗ് എല്ലാം അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെയിൽ ബി ഇത്തരം ഫ്ലവറിലേക്ക് വരുന്നു, കോപ്പുലേറ്റ് ചെയ്യുന്നു, അവിടെ പൊള്ളൻ ട്രാൻസ്ഫർ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ്, ഫുഡ് ചെയിൻ. ഇതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു ഫുഡ് ചെയിനിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ട്രോഫിക് ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ എന്ന രീതിയിലാണ് ഫുഡ് ചെയിനിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഫുഡ് ചെയിനിലെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് 10% മാത്രമാണ് എന്നുള്ളത് നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ ചില ഓർഗാനിസം ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സിൽ കാണുന്നു എന്നുള്ളതാണ്. മോർ ദാൻ വൺ ഫങ്ഷണൽ ലെവൽ, കോക്രോച്ച്, പാരറ്റ് തുടങ്ങിയവ ഉദാഹരണങ്ങളായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പാരറ്റ് സീഡ് ഈറ്റിംഗ് ഹാബിറ്റും ഇൻസെക്ടിവറസ് ഹാബിറ്റും കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രൈമറി കൺസ്യൂമറായും അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്യൂമറായും ആക്ട് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ്റർലിങ്ക്ഡ് ഫുഡ് ചെയിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ പല സ്ഥലങ്ങളിൽ കണക്ഷൻ വരുന്നു എന്നുള്ളതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ബോട്ടണി പാഠഭാഗങ്ങളെല്ലാം കംപ്ലീറ്റഡായി. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.